ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു സ്ഥലത്ത് പോവാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിരുന്ന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. ഞങ്ങളപ്പോൾ ഇന്ന് പോകുന്നത് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോളുടെ വീട്ടിലേക്കാണ്. കാട്ടാക്കട ഇവിടെ നിന്നൊരു 4-5 കിലോമീറ്ററേ ഉള്ളൂ. സോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളാണ് എൻ്റെ വ്ളോഗിലുള്ളത്. സോ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ തന്നെ ഫ്രണ്ടിൽ തന്നെ പപ്പു ഉണ്ടായിരുന്നു. ചേട്ടന് പിന്നെ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറിയ പേടിയുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഇന്ന് ചേട്ടൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററൊക്കെ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ദിവസം ഇവിടെ അങ്ങ് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ വീടിനുള്ളിലേക്ക് പോവാണ്. ഇവർക്ക് രണ്ടുപേർക്കും പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ തൊടാനൊക്കെ എനിക്ക് പേടിയാണ്. അങ്ങനെ ഞങ്ങൾ വീടിനുള്ളിലേക്ക് കയറിയതിന് ശേഷം ചേട്ടൻ ഇവിടെ വിപുലമായിട്ടൊരു കൃഷിത്തോട്ടവും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പം ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ്റെ കൃഷിത്തോട്ടവും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ റംബൂട്ടാൻ സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ റംബൂട്ടാൻ ഒരുപാടുണ്ടായിരുന്നു. റംബൂട്ടാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ വെറൈറ്റി ഐറ്റം. റംബൂട്ടാൻ മാത്രമല്ല, ചക്ക, മാങ്ങ, ഇതൊക്കെ ഓരോരോ വെറൈറ്റി ഐറ്റം. അവിടെ ചെന്നപ്പോഴാണ് ചേട്ടൻ ഓരോന്നിൻ്റെ പേര് പറഞ്ഞപ്പോൾ മനസ്സിലായത്. റംബൂട്ടാണെങ്കിൽ വരിക്കയുണ്ട്, കൂഴയുണ്ട്, അങ്ങനെ ഒരുപാട്. അതുപോലെ ചക്കയൊക്കെ ആണെങ്കിൽ ചേട്ടൻ ഈ കൊണ്ടുവരുന്നത് ഇതിൻ്റെ പേരാണ് ആയർജാക്ക്. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ചേട്ടനാണ് ഓരോന്നിൻ്റെയും പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഈ വരുന്നത് പീനട്ട് ബട്ടർ, അതാണിത്. അടിപൊളിയായിരുന്നു. ഞങ്ങളിതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്, അടുത്ത് അവിടെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഭാഗത്ത് എന്തോ കാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടാ അതിൻ്റെ സ്റ്റോറി ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം തൊട്ടാണ് വിളക്ക് എത്തിച്ച് ആ ഒരു ഇത് വന്നത്. താൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി പണ്ടത്തെ ഇത്. ആൾക്കാരല്ല, ഈ പണ്ടത്തെ ശക്തിയില്ല അവരിതിൽ പോയത്. പോയിട്ട് വരാവേ. ഇതല്ല എന്നെ തീരെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു, അല്ലേ ചേട്ടാ? വള്ളിയിൽ മുട്ടിട്ടരുത്. ഓക്കെ, കാലി പതുക്കെ കുത്തി പതുക്കെ വേണ്ട മതി. അവസാനം ഒരൊറ്റ പോക്ക്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കൽവിളക്ക് കാണുന്നത്. ഈ ഒരു ഭാഗത്താണ് കാവുള്ളത്. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഫ്രൂട്ട്സ് മാത്രമല്ല, ചേട്ടൻ അല്ലാതെ തന്നെ വെജിറ്റബിൾസ് ആയിട്ട് പാവയ്ക്കും ഒക്കെ കൃഷിയുണ്ട് ഇവിടെ. റംബൂട്ടാനാണെങ്കിൽ എന്തോ ഒരു ഭംഗിയാണ് കാണുന്നത്. എൻ്റെ പേരെന്താ? മലേഷ്യൻ ഫ്രൂട്ട്. ആ ഫ്രൂട്ടിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല കേട്ടോ. അതൊരു മലേഷ്യൻ ഫ്രൂട്ടാണ്. ഓക്കെ. പിന്നെ ദേവു അവിടെ പപ്പുക്കുട്ടനെ ഇങ്ങനെ കൈപിടിച്ച് നടത്തിക്കുകയാണ്. കഴിക്കാൻ സമയമായി. പിന്നെ ഇന്ന് വിഭവസമൃദ്ധമായ ഫുഡായിരുന്നു. മരിച്ചിനി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, ചക്ക, സാലഡ്, എൻ്റെ പുറത്താമ്മ രസമുണ്ട്, സാമ്പാർ വേണ്ടേ? കയ്പ് രസമില്ലേ? ശരിക്കും പറഞ്ഞാൽ ലഞ്ച് കഴിച്ചപ്പോൾ ഓൾസ് ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അടിപൊളി വയസ്സായിരുന്നു കാണണം. ഞാൻ പറയുന്നുണ്ടായിരുന്നു സന്ധ്യശിശിയിലെ സ്പെഷ്യൽ കോഴി, അതുപോലെ തന്നെ പന്നി കടിക്കാത്ത മരിച്ചിനി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കളിയൊക്കെ പറഞ്ഞ്. ചേച്ചിയാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തത്. ചേച്ചി മാമിയും കൂടെയൊക്കെയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തത്. ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് ചേട്ടനും ഉണ്ണിയും ദേവും എല്ലാവരും ഉണ്ടായിരുന്നു. സോ അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ് മധുരം കഴിക്കണമെന്നും പറഞ്ഞതേ നമ്മുടെ ഷെഫ് അവിടെ നിന്ന് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി ഞങ്ങൾ റംബൂട്ടാൻ പറിക്കാൻ വേണ്ടി. അപ്പം ഉണ്ണി തന്നെ മുകളിൽ കയറി റംബൂട്ടാനൊക്കെ പറിച്ചു വന്നു. സോ ഒരുപാട് ഇത് ചേട്ടൻ പറഞ്ഞത് കൂഴ, ആ ഒരു ഇതിലെ പെട്ട റംബൂട്ടാനാണ്. ഇനി വരിക്കയുണ്ട്. സോ അതിൻ്റെ ഭംഗി നോക്കുക. അതിൽ നിന്ന് പറിച്ചെടുത്തതാണ്. എന്തോ ഒരു ഭംഗി, ആ കളറും
അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചെടുത്തു. ആ ഗ്രീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാണാൻ. ഫോട്ടോയ്ക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫോട്ടോയ്ക്ക് മാത്രമല്ല, നേരിട്ട് കാണാനതിനേക്കാളും ഭംഗിയായിരുന്നു. ഇതായിരുന്നു ആ പറിച്ചെടുത്ത സംഭവം. അടിപൊളിയായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് വരിക്കയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കഴിക്കുമ്പോഴും. പിന്നെ ചേട്ടൻ അവിടെ നിന്ന് കുറച്ച് കറിവേപ്പിലയൊക്കെ പറിച്ചെന്ന്. അത് കഴിഞ്ഞ് അടുത്ത സംഭവത്തിലേക്ക് വന്നു മാങ്ങ. ചേട്ടൻ മാങ്ങ പറിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന സംഭവം. മറ്റേ വലയുടെ സംഭവമൊക്കെ ഇട്ട് അതിനേക്ക് താഴെ വീഴാതിരിക്കാൻ വേണ്ടി അതിനുള്ളിലേക്ക് ആക്കിയിട്ട് മാങ്ങയൊക്കെ പറിച്ചു വന്നു. പിന്നെ ഞങ്ങൾ പോകുന്നത് ചേട്ടന് കുറച്ച് പ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ് വീടിന് തൊട്ടടുത്തായിട്ട് തന്നെ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ആ പ്ലോട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എവിടെ പോണത്? പൂച്ചപ്പാറ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മല, കുന്ന്, പൂച്ചപ്പാറ. അങ്ങനെ ഞങ്ങൾ ഡോറ ബുജിയൊക്കെ കളിച്ച് ആ ഒരു പ്ലോട്ട് ഏരിയയിലേക്ക് പോവാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് പൂച്ചപ്പാറ. അതിനെയാണ് ഞങ്ങൾ മല, കുന്ന്, പൂച്ചപ്പാറ എന്നൊക്കെ പറഞ്ഞ് ഡോറ ബുജി കളിച്ചാക്കിയത്. അപ്പോൾ അതൊക്കെയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ പൈനാപ്പിള്, മാങ്ങ, പിന്നെ പാഷൻ ഫ്രൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറിച്ചെടുത്ത് ഞങ്ങളിങ്ങനെ പ്ലോട്ട് കാണാൻ ഇറങ്ങി. അപ്പം നമ്മൾ പൂച്ചപ്പാറ എത്തിയിരിക്കുവാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാളിപ്പാറ കാണാം, നെയ്യാർ ഡാം കാണാം, അങ്ങനെ പല സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. വിളപ്പിശാല ഉണ്ടല്ലേ ശാസ്താംപാറ, ആ അത് പന്നിയോട് പന്നിയോട് പള്ളി. ഓക്കെ. പാറ പണ്ട് മരിച്ചിനി ഉണക്കുന്ന പാറയായിരുന്നേന്. ഓ ഓക്കെ. എല്ലാത്തിനും ആ കാണുന്ന എന്താ? ഇത് കിക്മ കോളേജാ? അതേ മറ്റേ ഇതുണ്ടല്ലേ, അല്ലല്ല തിപ്മാൻ കോളേജ് നോക്കിയത് അത് കാളിപ്പാറ. ഓക്കെ. അതിന്റെ അപ്പുറത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഇമ്മാനുവൽ കോളേജിന്റെ അടുത്തുള്ള ഇതുണ്ടല്ലോ അവിടെ. ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അഗസ്ത്യാർകൂടം, നെയ്യാർ ഡാം, കാളിപ്പാറ, കിക്മ, ഇമ്മാനുവൽ കോളേജ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് വീട്ടിലേക്ക് പോയി. പിന്നെ എല്ലാവരും ഈ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് കാണുന്നത് എന്താണെന്നല്ലേ, ഞങ്ങളുടെ വ്ളോഗ് അത് ടി വിയിലിട്ട് ഭയങ്കര ശ്രദ്ധിച്ച് ഞങ്ങൾ എന്താണ് അതിൽ തെറ്റ് പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് ഞങ്ങളെ ട്രോളാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഇവരുടെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ ഇറക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് ഇവരെല്ലാവരും. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചു വന്നില്ല. പെട്ടെന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ വിചാരിച്ചായിരുന്നു ഒരു വ്ളോഗ് എടുക്കുക. അങ്ങനെ എടുത്ത വ്ളോഗാണെന്ന്. അങ്ങനെ വ്ളോഗൊക്കെ കണ്ടു കഴിഞ്ഞ് ചായയും വടയും പലഹാരങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് തിരിച്ച്. അങ്ങനെ ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു, സൂപ്പറായിരുന്നു. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.